ഇന്നലെ നമ്മുടെ ചോദ്യത്തിന് കുറെ കുട്ടികൾ ആൻസർ ചെയ്തിട്ടുണ്ട്, കുറെ കുട്ടികൾ ആൻസർ ചെയ്തിട്ടില്ല. ചില ആൻസറൊക്കെ തെറ്റുമാണ്. അപ്പൊ അതില് വിജയികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ കോഹോസ്റ്റായ 2 കുട്ടികളെ ഏൽപ്പിച്ചിരുന്നു. മുഹമ്മദ് റഷാനും ധ്യാനയും അക്കാര്യം ഒന്ന് നോക്കിയിട്ട് 5 പേരെ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന 5 പേരെ നമ്മുടെ ഈ ഇതിൽ തൊട്ട് തന്നെ ആരൊക്കെയാണെന്ന് പറയും. അപ്പൊ അവർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കുക. എന്തായാലും ഇന്നത്തെ ചോദ്യത്തിലുള്ള വിശദീകരണം തരാം. ഇന്നലെ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. 8⁵5 ഇൻറ്റു 5⁸8 അവസാനം എത്ര സീറോസ് ഉണ്ടാവും എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതില് 5ന്റെ പവറായ 8 സീറോസ് ആണ് ഉണ്ടാവുക. ആ 8 സീറോസ് എന്ന് നിങ്ങളിൽ പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 8 ശരി. ഇനി അതിന്റെ വിശദീകരണം തരാം. ഇവിടെ 5⁸8 5 പ്രൈം നമ്പറാണ്. ഇവിടെ 8 എന്നത് പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ ആണ്. അഭാജ്യ സംഖ്യ അല്ല, ഭാജ്യസംഖ്യയാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ 8നെ നിങ്ങൾ 2⁻³ എന്ന് എഴുതുക. 2⁻³ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് അർത്ഥം. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ 5നെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് കൊണ്ടുവരിക. Instead of writing 8⁵5, we can write 2⁵3 into 5, that is 15 ആണ്. ഈ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, ബ്രാക്കറ്റിന്റെ പുറത്തുകൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 8⁵5 പകരമാണ് 2⁻15. ഈ 8 5 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുന്നത് തന്നെയാണ് 2 15 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുക എന്നർത്ഥം. ഇൻറ്റു 5⁸8. 2ഉം 5ഉം എവിടെ കയറി വന്നാലും അവ തമ്മിൽ ഗുണിക്കുമ്പോൾ സീറോസ് ഉണ്ടാവും. അത് 2ന്റെ എണ്ണം കൂടുന്നതിനും 5ന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ആ സീറോയുടെ പ്രത്യേകത. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 15 2ന്റെ പവർ, ഇവിടെ 8 5ന്റെ പവർ. പവർ ഏതാണോ കുറഞ്ഞത് ആ കുറഞ്ഞ ആൾക്കാണ് പരിഗണന. ഇവിടെ 5⁸8 ആണ്, 8 ആണ് ഇവിടെ 15നേക്കാൾ കുറവ്. അപ്പൊ ചിലപ്പോ 5⁸8 2⁻15 വിലയൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ 15ഉം ഇവിടെ 8ഉമാണ്. അപ്പൊ നമുക്ക് 8 സീറോസ് ഉണ്ടാവും. അത് നിങ്ങൾക്കൊന്ന് ഞാൻ തെളിയിച്ചുതരാം. ഈ 2ഉം 5ഉം കയറി വരുമ്പോൾ എങ്ങനെയാണ് സീറോസ് ഉണ്ടാവുന്നത് നോക്കിക്കോളൂ. 2 × 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10. അവിടെ ഒരു സീറോ വന്നു. 2ന്റെ പവർ ഇവിടെ 1, 5ന്റെ പവർ 1. രണ്ടും ഈക്വൽ ആകുമ്പോൾ ഒരു സീറോ. 2⁻2 എന്ന് ഞാൻ എഴുതി, 5⁻1 എന്ന് എഴുതി, 5 എന്ന് എഴുതി. ഇവിടെ 4 5 20. ഇവിടെ പവർ സീറോ വന്നിരിക്കുന്നത് 1. അത് 5ന്റെ പവർ 1, കാരണം 2നേക്കാൾ 1 ചെറുതാണ്. ഇനി വീണ്ടും 2⁻3 എന്ന് എഴുതി 5⁻2 എന്നും എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, 2 സീറോ ഉണ്ടാവും. കാരണം 2⁻3 എന്ന് പറഞ്ഞാൽ 8, 5⁻2 എന്ന് പറഞ്ഞാൽ 5 5 25. 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 200. ആ 200ൽ 2 സീറോ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 5ന്റെ പവർ 2 ആയതുകൊണ്ട് 2 സീറോ. ഇനി നേരെ തിരിച്ചിട്ടു, 2⁻2 × 5⁻3 എന്ന് എഴുതിയാൽ അവിടെയും 2 സീറോ ഉണ്ടാവും. കാരണം ഇവിടെ 2ന്റെ പവർ ചെറുതാണ്. ചെറിയ പവർ ആർക്കാണോ അത് ഇട്ട് കൊടുക്കുക. 2ഉം 5ഉം ആക്കി മാറ്റും. 8നെ നമ്മൾ മൈക്കാരോ ഓൺ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റഷാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ കോഹോസ്റ്റ് ആക്കട്ടെ. നീ നേരം വൈകിട്ടല്ലോ. ശരി,
ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് വരട്ടെ. കിട്ടുന്നില്ല. ഒന്ന് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം വരും. അല്ലെ 1-2-3 കോഹോസ്റ്റായ കുട്ടികൾ മുന്നോട്ട് വരണം. ശരിക്കും അങ്ങനെയാണ്ട് എനിക്കത് മ്യൂട്ട് ചെയ്യാമായി. ഒരു വൈഷ്ണവി മാത്രമേ ഉള്ളൂ. വൈഷ്ണവി വൈഷ്ണവി ഓക്കെ അല്ലേ? അപ്പൊ വൈഷ്ണവി ഒന്ന് മറുപടി പറയും. മുഹമ്മദ് റഷീദ് നേരം പോയി, അതുകൊണ്ടാണ്. യെസ് വൈഷ്ണവി, എല്ലാവരുടെയും മൈക്ക് മ്യൂട്ടാണ്. വൈഷ്ണവി മറുപടി പറയൂ. ഇവിടെ 2:2 5:3 ആവുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? 2 zeros. 2 സീറോസ് ഉണ്ടാവും. അതിന്റെ കാരണം 2 ഇവിടെ പവർ കുറഞ്ഞത്. 2:2 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് നിങ്ങൾക്കറിയാം. 5:3 എന്ന് പറഞ്ഞാൽ 125 ആണെന്നും അറിയാം. 5 × 5 × 5 ആണ്. ഈ 125-നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് വൈഷ്ണവി? 125-നെ 4 കൊണ്ട് ഗുണിക്കാനുള്ള വിഷമം ഉണ്ടെങ്കിൽ 2-നെ 250 കൊണ്ട് ഗുണിച്ചാൽ മതി. 2-നെ 250 കൊണ്ട് ഗുണിക്കാൻ വിഷമമുണ്ടെങ്കിൽ 1-നെ 500 കൊണ്ട് ഗുണിച്ചാലും മതി. 500. അപ്പോൾ 500-ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ 2-ന്റെ പവർ ഇങ്ങനെയാണ്. അപ്പൊ ഇന്നലെ തന്ന ഹോംവർക്ക് ഇതാണ്. 8:5 × 5:8 അതിൽ എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 8-നെ 2:3 എന്നാക്കിയിട്ട് 2:15 ആക്കി മാറ്റുക. 2ഉം 5ഉം കയറി വരുന്നതാണ് സീറോകളുടെ എണ്ണം കൂടുന്നത്. അത് എത്ര സീറോ ഉണ്ടാവുന്നുള്ള ഈ പവറിനനുസരിച്ചിരിക്കും. പവർ ഏറ്റവും ചെറുത് ഏതാണോ അത് 2-ൻ്റെതാണോ 5-ൻ്റെതാണോ നോക്കുക. അങ്ങനെയാകുമ്പോൾ അവിടെ 8 സീറോസ്. ഇത് മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ 8 സീറോസ് പറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നലെ കമന്റ് ചെയ്ത കുട്ടികൾ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അർജുൻ കെ പി. എല്ലാം കേട്ടു. മുഹമ്മദ് റഷീദ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. ഒന്ന് ഇന്നെ കിട്ടി. ശരി. മുഹമ്മദ് റഷീദ് ഒരു കാര്യം ചെയ്യണം. ഈ കുട്ടികളെ പേര് ആ കമന്റ് ബോക്സിൽ നോക്കിയിട്ട് അതിൽ നിന്ന് 5 കുട്ടികളെ സെലക്ട് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. ആ കമന്റ് ബോക്സിൽ ഇതിന്റെ വിശദീകരണം കൊടുക്കണം. ഇന്ന് തന്നെ 8 സീറോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം ആ 5 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ അധികം ചോദ്യം ചർച്ച ചെയ്യുന്നില്ല, കാരണം എനിക്കിന്ന് വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വയനാട്ടില് കോറോം എന്ന സ്കൂളിലെ കുട്ടികൾ ഇന്ന് ഇതിലുണ്ടോ? ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഋഷാദ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഈ ചോദ്യം ശ്രദ്ധിക്കുക. What is the difference of two numbers whose sum is 12 and product is maximum? What is the sum of two numbers whose sum is 1, 2 and the product is maximum? ചോദ്യം വന്നു. ആ ചോദ്യം ഒന്ന് വായിച്ചു. What is the sum of two numbers whose sum is 12 and the product is maximum? ഇതിന്റെ മലയാളം ഇതാണ്.
കൂട്ടിയാൽ 12 കിട്ടണം. രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 12 കിട്ടണം. ഇപ്പൊ ഈ എട്ടും 4 വിചാരിക്കുക. അത് കൂട്ടിയാൽ എന്തായാലും 12 കിട്ടും. ഇനി അതിന്റെ പ്രൊഡക്റ്റ് 8നെ 4 കൊണ്ട് ഗുണിച്ച് എന്നും വിചാരിക്കുക. 4 8 32 കിട്ടും. സാർ ആ എക്കോ ഉണ്ട്. എക്കോ ഉണ്ട്. ഞാനൊന്ന് ഈ ഫോണൊന്ന് കുറച്ച് ദൂരട്ടോ. ഞാൻ ആ ഫോണിൽ ദൂരോട്ട് വെച്ചിട്ടുണ്ട്. ശരി, ഇപ്പൊ എക്കോ ഉണ്ടോ മുഹമ്മദ് റഷാൻ? സാർ ഇപ്പൊ ഇല്ല. ഇപ്പൊ ആ ഫോൺ കുറച്ച് ദൂരോട്ട് വെച്ച്. ഇവിടെ ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എന്നാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എന്ന് മാറ്റി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 12 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം എന്നാണ്. കൂട്ടിയാൽ 12 കിട്ടുകയും ഗുണിച്ചാൽ ഏറ്റവും മാക്സിമം കിട്ടുന്ന രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കണം. മുഹമ്മദ് റഷാൻ, കൂട്ടിയാൽ 12ഉം ഗുണിച്ചാൽ മാക്സിമം കിട്ടുന്ന ആ രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം എത്രയാണ്? സാറേ 0 വന്നിട്ടുണ്ട്. 0 ഈസ് ദ റൈറ്റ് ആൻസർ. 0 ആണ്. കാരണം കൂട്ടിയാൽ 12 കിട്ടുന്ന ഒരേ രണ്ട് സംഖ്യകൾ എടുത്താൽ മതി. 6 + 6 ആണ്. 6 6 12 ആണ്. 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 6 36 നിങ്ങളോടുള്ള ചോദ്യം 6 4 കുറച്ചാൽ എത്ര എന്നാണ്. അത് 0. അതേ സമയത്ത് കൂട്ടിയാൽ 12 കിട്ടുന്ന 7ഉം 5ഉം നിങ്ങൾ എടുത്തു നോക്കൂ. 7ഉം 5ഉം 12 7നെ 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും 36 അധികം കിട്ടില്ല. 7 5 35 കൂട്ടിയാൽ 12ഉം ഗുണിച്ചാൽ മാക്സിമം കിട്ടണം എന്നാണ് പറഞ്ഞത്. മാക്സിമം. ആ മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ 12ന്റെ പകുതിയായ 6ഉം 6ഉം തമ്മിൽ ഗുണിച്ചെങ്കിൽ മാത്രമേ ആ സംഭവം 36 പോവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഞാൻ ഇന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, ഇല്ലെങ്കിൽ നോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇനിയും മനസ്സിലാകാത്തവർ വീഡിയോ നോക്കുക, വീഡിയോ നോക്കി കാണുക. അതിനുശേഷം നമുക്ക് പറയാം. അപ്പൊ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. യെസ്, നമുക്ക് ഈ ചോദ്യം എടുത്ത് നോക്കാം. റഷാൻ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. Okay, sir. What is the sum of all odd numbers between 100 and 200? Options: 7,500, 10,000, 15,050, 20,000. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം, ഈ നിങ്ങളോട് ചോദിച്ചത് 100നും 200നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും തുക എത്രയാണെന്നാണ്. 100നും 200നും ഇടയിലുള്ള ആദ്യത്തെ ഒറ്റസംഖ്യ 101. അവസാനത്തെ ഒറ്റസംഖ്യയോ വൈഷ്ണവി? 199. അപ്പൊ ഒരു വഴി ഇതാണ്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. ഈ 101 199 കൂട്ടി എത്രയാ മോളെ? 300. അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത വഴി, 100 മുതൽ 200 വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്നുള്ളതാണ്. അറിയില്ല. 50 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് മുഹമ്മദ് റഷാൻ? 50. മൊത്തം നമ്പേഴ്സ് 100 ആണെങ്കിൽ പകുതി ഒറ്റസംഖ്യയും പകുതി ഒറ്റസംഖ്യ ആയിരിക്കുമല്ലോ, ഇല്ലേ വൈഷ്ണവി? യെസ്. അപ്പൊ 100നും 200നും ഇടയ്ക്ക് എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് മോളെ? 101 ഈ 199 ഉൾപ്പെടെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട്? 50.
ആ 50ന്റെ പകുതി എത്രയാ മോളെ? 25. 25. 50ന്റെ പകുതി ആയ 25നെ 300 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മോളെ? 7500. 7500 ഓപ്ഷൻ ഉണ്ടോ? യെസ്. ഇതാ കിടക്കുന്നു. അപ്പൊ ശരിക്ക് ഒരു വഴി ഇതാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടി കൂട്ടുന്നു. വേറൊരു വഴി 1 മുതൽ 200 വരെ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു വഴിയാണ്. എങ്ങനെ വേണേൽ സ്വീകരിക്കാം. മുഹമ്മദ് റഷാൻ ഇതൊന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 100 മുതൽ 200 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ 100 മുതൽ 200 വരെ വരുമ്പോൾ ആദ്യം വരുന്ന ഓഡ് നമ്പർ 101 ആണ്. അവസാനം വരുന്ന ഓഡ് നമ്പർ 199 ആണ്. ആദ്യം നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണുക. അത് 300 ആണ്. ശേഷം നമുക്ക് 100 മുതൽ 200 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് 50 എന്ന ഉത്തരം കിട്ടും. 50നെ പകുതിയാക്കിയാൽ 25 എന്ന് കിട്ടും. നേരത്തെ നമുക്ക് കിട്ടിയ സമ്മായ 300നെ 25 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ ആയ 7500 കിട്ടും. ഇത് വേറൊരു വഴിയുണ്ട്. 1 മുതൽ 200 വരെ കണ്ടുപിടിച്ചതിന് ശേഷം 100 മുതൽ 200 വരെ ഉള്ളത് എടുത്തിട്ട് മറ്റത് കുറയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ സമയക്കുറവുകൊണ്ട് നമ്മളിപ്പോ അത് പറയുന്നില്ല. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ കിടക്കുകയാണ്. ഇന്നാണ്ട് വേഗം അവസാനിപ്പിക്കുകയും വേണം. ആ ചോദ്യം ഒന്ന് വായിച്ചു. Tank contains 1/3 parts of water. When 100 liter more water was poured, the tank was half full. Then, what is the initial volume of water in the tank? വാട്ട് ഈസ് ദ ഇനീഷ്യൽ വോളിയം എന്നാണ്. ഞാൻ ഒന്നുകൂടി അത് പറയാം, ശ്രദ്ധിക്കുക. ഒരു ടാങ്കിൽ ടാങ്ക് വരച്ച് കാണിച്ചു തരാം. അതിൽ 1/3 ഭാഗം വെള്ളമുണ്ട് പോലും. 1/3 ഭാഗം വെള്ളമുണ്ട്. അതിന്റെ മലയാളമായി പറയുന്നത്. ഇതിലേക്ക് 100 ലിറ്റർ വെള്ളം കൂടി ഞാൻ അങ്ങോട്ടും ഒഴിച്ചു. ആ 100 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ടാങ്ക് പകുതിയായിട്ട് കിടന്നു. ഞാനെല്ലാം വന്ന് ചിത്രം വരച്ചാൽ വേഗം മനസ്സിലാവും. ഇതിലേക്ക് 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് പകുതിയായി. 2 ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്ന് ചോദിക്കാം. ഇവിടെ അത് ചോദിച്ചതല്ല. ഈ ടാങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഈ 1/3 എന്ന വെള്ളം എത്രയായിരിക്കും? ഒരു ടാങ്കിൽ 1/3 ഭാഗം വെള്ളമുണ്ട്. അതിലേക്ക് 100 ലിറ്റർ വെള്ളം കൂടി ഞാൻ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ടാങ്ക് പകുതിയായിട്ടാണ് കിടന്നു. പകുതി വെള്ളമായി. എങ്കിൽ ടാങ്കിൽ ആദ്യമുള്ള വെള്ളത്തിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് വേണേ ഞാൻ തരാം നിങ്ങൾക്കൊന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ട്. 200 ലിറ്റർ ആണോ, 600 ലിറ്റർ ആണോ, 300 ലിറ്റർ ആണോ, അല്ലെങ്കിൽ 500 ലിറ്റർ ആണോ? സാർ എല്ലാവരും 200 ടൈപ്പ് ചെയ്തു. 200 റൈറ്റ് ആൻസർ ആണ്. 200 ആണ് റൈറ്റ് ആൻസർ. ഇതിന്റെ വിശദീകരണം വേണോ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു നോക്കാം കുട്ടികളോട്. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കുട്ടികൾ തന്നെ പറയട്ടെ. എക്സ്പ്ലനേഷൻ വേണോ? ശരി 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 എക്സ്പ്ലനേഷൻ തരാം. യെസ് എന്ന് പറയാൻ എത്ര ആൾക്കാരുടെ എക്സ്പ്ലനേഷൻ വേണം? ഒരു വഴി ഇതാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. 2-3 വഴിയിലൂടെ ഇത് കണ്ടെത്താം. ഒന്ന്, ഈ 1/3 100 പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം ടാങ്കിൽ തന്നെ 600 ലിറ്റർ വെള്ളം ഉണ്ടാവുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഈ 600നെ 3 ഭാഗമാക്കിയാൽ 200 200 200 എന്ന് കിട്ടുകയും ചെയ്യും. ഇത് മനക്കണക്കായിട്ട് കൂട്ടാം. അപ്പൊ ടാങ്കിൽ 200 വെള്ളം ആദ്യം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിലേക്ക് ഒരു 100 ലിറ്റർ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് 300 ആവുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. 300 300 600 ആ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കുന്നതിന് പകരം അത് മനക്കണക്കായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ശരി, ഇവിടെ പകുതി നിറഞ്ഞു എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. പകുതി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ആദ്യം ഉണ്ടായിരുന്നത് 1/3 ഭാഗം വെള്ളവുമാണ്. എങ്കിൽ
1/2 നിന്ന് 1/3 കുറച്ചാൽ എത്രയാ? 1/6 ആണ്. 1/2 നിന്ന് 1/3 കുറച്ചാൽ 1/6 ആണ്. അപ്പൊ നമുക്ക് 1/6 ആണല്ലോ ഈ 100. കാരണം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 100 എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പകുതി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ പകുതിയിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് തന്ന 1/3 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ 1/6 ആണ്. ഈ 1/6 ആണ് നമ്മുടെ 100. ഇതിൽ നിന്ന് ആകെയുള്ള വെള്ളത്തിന്റെ അളവ് കണ്ടെടുക്കാം 600. അപ്പൊ 600 ലിറ്ററാണ് ഇതാകെ ഉണ്ടായെന്ന് മനസ്സിലായി. ഇനി അടുത്ത സംഗതി, ഈ 600ന്റെ പകുതി ആണല്ലോ 300. 600 ഡിവൈഡഡ് ബൈ 2 അത് 300 ആണ്. 300 പകുതിയാണ്. 300ൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത 100 അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന വെള്ളത്തിന്റെ അളവായ 200 കിട്ടുകയും ചെയ്യും. അതാണ് ഒരു വഴി. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. എത്ര കുട്ടികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ. ഇത്തരം ചോദ്യം എന്തായാലും ടാങ്കും വെള്ളമായിട്ടൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. യെസ് മക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് റഷാൻ, ഇത് മനസ്സിലായോ ഈ പറഞ്ഞത്? യെസ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടോ 200? ഈ വഴി തന്നെയാണ്. ഒന്ന് പറയാമോ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ടാങ്ക് ഉണ്ട്, അതില് 1/3 പോർഷൻ വാട്ടർ ഉണ്ട്. ശേഷം ഒരു 100 ലിറ്റർ കൂടെ ഒഴിച്ചപ്പോൾ അത് ഹാഫ് ആയി എന്നാണ്. അപ്പൊ നമുക്ക് 1/2 പോർഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് ആദ്യത്തെ 1/3 പോർഷൻ കുറച്ചാൽ 1/6 പോർഷൻ ആണ് നമുക്ക് കിട്ടുക. ഇവിടെ തന്നിരിക്കുന്ന 100 നമ്മുടെ ടാങ്കിന്റെ 1/6 പോർഷൻ ആണ്. 1/6 is equal to 100. ദെൻ നമുക്ക് 600 ആണ് ടാങ്കിന്റെ ഫുൾ വോളിയം ആയിട്ട് കിട്ടുക. ശേഷം ടാങ്കിന്റെ പകുതി കണ്ടെത്താൻ നമുക്ക് 600നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 300 കിട്ടും. ഈ 300ൽ നിന്ന് നമ്മൾ പവർ ചെയ്ത് കൊടുത്ത 100 ലിറ്റേഴ്സ് നമുക്ക് കുറച്ചാൽ ആദ്യത്തെ 1/3 പോർഷൻ നമുക്ക് കിട്ടും. അത് 200 ആണ്. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പോകാൻ നമുക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കാം. അതിന്റെ ഇടക്ക് 1-2 ചോദ്യങ്ങൾ, ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം അതങ്ങ് മറന്നുപോകും. ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും 1-2 ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരും. ആ 1-2 ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആൻസർ, ഇപ്പോൾ ഇതിന്റെ ആൻസർ, ഇപ്പൊ പറയാൻ പോകുന്നതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞ ഉത്തരം ഇപ്പോൾ ടൈപ്പ് ചെയ്യണ്ട. കാരണം ഇനി നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനാണ്. വൈകി വന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉണ്ടാവൂ. ഗ്രൂപ്പിലൂടെ ഞാൻ ആ ഡെയിലി സമയവും കാര്യങ്ങളൊക്കെ അറിയിക്കും. അപ്പം ഇനിയുള്ളത് ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഈ വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ വെക്കേഷനൊക്കെ നിങ്ങൾ എവിടെങ്കിലും പോയി താമസിക്കാനൊക്കെ പോകുമ്പോൾ ബന്ധുവീട്ടിലൊക്കെ പോകുമല്ലോ. ഈ USSഉം NMMS ചെയ്യുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, അങ്ങനെ പോയിട്ട് താമസിക്കൊന്നും വേണ്ട, വീട്ടിലിരുന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ശരി, നമുക്ക് അടുത്ത നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ചോദ്യം ഒന്ന് പരിചയപ്പെടാം. അതെന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. The sum of two numbers is 2, 4. And their product is 1, 2, 0. What is the sum of their reciprocals? What is the sum of their reciprocals? ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നില്ല, ടൈപ്പ് ചെയ്യട്ടെ.
യെസ്, മുഹമ്മദ് റിഷാൻ, ചോദ്യം ഇതാണ്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24. രണ്ട് സംഖ്യകളുടെ തുക 24. Their product is 120. അവയുടെ ഗുണനഫലം 120. ശ്രദ്ധിക്കുക, രണ്ട് സംഖ്യകളുടെ തുക 24, അവയുടെ ഗുണനഫലം 120. അപ്പോ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ദർ റെസിപ്രോക്കൽസ്? അവയുടെ ഉൽക്രമങ്ങളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. ഇതില് ഒന്ന് കൂടുതൽ ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ദർ റെസിപ്രോക്കൽസ് എന്നാണ്. കൂടുതൽ ടൈപ്പ് ചെയ്താനാകും അയച്ചു തന്നിട്ടുണ്ട്. അവയുടെ റെസിപ്രോക്കൽസിന്റെ തുക എത്രയാണ്? ഒന്നുകൂടി മലയാളം പറയാം. രണ്ട് സംഖ്യകളുടെ തുക 24, അവയുടെ ഗുണനഫലം 120, അവയുടെ ഉൽക്രമങ്ങളുടെ തുക എത്രയാണ്? റെസിപ്രോക്കൽസിന്റെ മലയാളം ഇതാണ്, ഉൽക്രമം. ഈ പുതിയ പേരിന്റെ വന്നിക്കുമല്ലോ നമുക്കറിയില്ല. അതായത് റെസിപ്രോക്കൽസ്, ഉൽക്രമങ്ങളുടെ തുക എത്രയാണ്? ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/4 റെസിപ്രോക്കൽസ് 4/3 തിരിച്ചിട്ടാ മതി. 5 എന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ 1/5. കാരണം 5ന് നമുക്ക് 5/1 എന്ന് എഴുതാൻ പറ്റും. 5/1 എന്ന് പറഞ്ഞാൽ 5ന്റെയാണ്. അവിടെ 1/5 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ 3/2 റെസിപ്രോക്കൽ 2/3. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, രണ്ട് സംഖ്യകളുടെ തുക 24 ആൻഡ് പ്രൊഡക്റ്റ്, അവയുടെ ഗുണനഫലം 120 എങ്കിൽ അവയുടെ ഉൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓപ്ഷൻസ് ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടരുത്. നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതാ, ശ്രദ്ധിച്ചോളൂ, കമന്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഇന്ന് ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ട് മതി, ഇപ്പൊ വേണ്ട. 2/5, 4/5, 5, 1/5. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഒന്ന് വായിക്കുകയും മുഹമ്മദ് റഷാൻ. 2/5, 4/5, 5, 1/5. അതാണ് അതിന്റെ ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, രണ്ട് ചോദ്യമായിരുന്നു ഞാൻ തരുന്നത്. കാരണം ഏതായാലും ഇന്നലെ കുറെ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. ആ കമന്റ് ചെയ്ത കുട്ടികളിൽ നിന്ന് 5 കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്യും. ഒരു ക്ലാസ്, അടുത്ത ക്ലാസ് വരെ കമന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ വിജയികളെ ഇതിൽ കൂടി തന്നെ പറയുക. വിജയികൾക്ക് അയച്ചെടുക്കുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ സ്കൂളിന്റെ പേരും കൂടി ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത് നല്ലതാണ്. കാരണം ഏത് ഐഡിയയിൽ ഏത് കുട്ടിയെ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത കുട്ടികൾ അത് ചെയ്യുന്നുണ്ടാവുമല്ലോ. അവർക്കും അതിന് അവസരമുണ്ട്, അവരും പങ്കെടുക്കട്ടെ. അവരും സ്കൂളിന്റെ പേരവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കിട്ടും. ധാരാളം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇവരറിയാത്തവരുണ്ട്. അപ്പൊ അവർക്കും പങ്കെടുക്കാം. ശരി, ഇനി അടുത്ത ചോദ്യം ഇതാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ പേര് അനിൽ എന്നാണ്. അനിൽ രാവിലെ നടക്കാൻ പോകുന്ന ആളാണ്. ഇത് ചോദ്യമായത് കൊണ്ട് ഇതിന്റെ അളവ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ദിശാബോധം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നമ്മുടെ അനിൽ നടക്കുന്നത്, എന്താണ് എന്റെ സുഹൃത്തിന്റെ പേര് പറഞ്ഞത് മുഹമ്മദ് റഷാൻ? അനിൽ. അനിൽ അനിൽ ഒരു ദിവസം രാവിലെ നടക്കാൻ ഇറങ്ങി. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് നേരെ പോയി. 14 മീറ്റർ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നത്. 14 മീറ്റർ അനിൽ നേരെ നടന്നു, വലത്തോട്ട് തിരിഞ്ഞു, 6 മീറ്റർ നടന്നു. വീണ്ടും അനിൽ വലത്തോട്ട് തിരിഞ്ഞു. അത് നിങ്ങൾ തീരുമാനിക്കണേ എങ്ങോട്ടാണെന്നുള്ളത്. ഇനി ഞാൻ പറയില്ല, അപ്പൊ ഉത്തരായി പോകും. അനിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് 14 മീറ്റർ നടന്നു, നേരെ വലത്തോട്ട് 6 മീറ്റർ നടന്നു, വീണ്ടും വലത്തോട്ട് 6 മീറ്റർ നടന്നു. അനിൽ walk straight from west to east 14 meter, then turn right 6 meter, again turn right
He walked 6 meters. What is the shortest distance to the starting point? അനിൽ പുറപ്പെട്ട സ്ഥലത്തെത്താൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര ദൂരം സഞ്ചരിക്കണം? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുന്നു. അനിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് നേരെ നടന്നു 14 മീറ്റർ, വലത്തോട്ട് 6 മീറ്റർ തിരിഞ്ഞു, വീണ്ടും വലത്തോട്ട് 6 മീറ്റർ തിരിഞ്ഞു. അനിലിന് പുറപ്പെട്ട സ്ഥലത്തെത്താൻ ചുരുങ്ങിയത് എത്ര ദൂരം സഞ്ചരിക്കണം? 2 ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. ആ 2 ചോദ്യത്തിനും ആൻസർ കമന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ ആൻസർ കമന്റ് ചെയ്യാൻ സമയമുണ്ട്. അടുത്ത ക്ലാസ് വരെ നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം. അതിൽ നിന്നാണ് നമ്മൾ ആദ്യം കമന്റ് ചെയ്ത കുട്ടികളിൽ നിന്ന് 5 കുട്ടികളെ സെലക്ട് ചെയ്യുക. ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചു കൊടുക്കും മുഹമ്മദ് റഷാൻ. ഓക്കെ സാർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരാൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് 14 മീറ്റർ നടന്നു, ഈസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് 14 മീറ്റർ നടന്നു, പിന്നെയും റൈറ്റിലേക്ക് തിരിഞ്ഞു 6 മീറ്റർ നടന്നു, പിന്നെയും റൈറ്റിലേക്ക് തിരിഞ്ഞു 6 മീറ്റർ നടന്നു. അവസാനം അയാൾ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ അയാൾക്ക് വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? ഈ മുഹമ്മദ് റഷീദ് പറഞ്ഞതിൽ ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. അനിൽ ആദ്യം 14 മീറ്റർ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ, പിന്നെ 6 മീറ്റർ തിരിഞ്ഞു, വീണ്ടും ഒരു 6 മീറ്റർ തന്നെ പോയിട്ടുള്ളൂ. 2 പോയിട്ടില്ലേ? ഇങ്ങനെയാണ് ഇവിടെയാണ് ഇപ്പൊ അനിൽ ഉള്ളത്. അനിലിന്റെ പൊസിഷൻ ഇപ്പൊ ഇവിടെയാണ്. ഞാൻ ആ വലത്ത് അങ്ങോട്ട് കാണിക്കരുത്. അനിൽ 14 മീറ്റർ മുന്നോട്ട് പോയി, വലത്തോട്ട് 6 മീറ്റർ തിരിഞ്ഞു, വീണ്ടും വലത്തോട്ട് എന്ന് പറയാൻ ഇങ്ങോട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന അനിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്താൻ ചുരുങ്ങിയത് എത്ര ദൂരം സഞ്ചരിക്കണം? ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2 ചോദ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആ 2 ചോദ്യത്തിനാണ് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇപ്പം തരാൻ പോകുന്ന ചോദ്യം ഇവിടെ വെച്ച് ഇപ്പൊ ചെയ്യാനുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ചോദ്യം ഞാൻ ഇവിടെ പറയുകയാണ്. Which of the following number is not ending in the unit place of digits of product of any 2 consecutive natural numbers? ഇതില് പറയുമ്പോഴല്ല ഇതിൽ വരുന്നത്. സാരില്ല, ഞാൻ എന്തെല്ലാം നോക്കട്ടെ, എന്തെല്ലാം അവര് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. Which of the following number is not ending in the unit place of digits of the product ആണ്? പ്രൊഡക്റ്റ് അല്ല, അവിടെ നോക്കട്ടെ. അവിടെ പ്രൊഡക്റ്റ് എന്നാക്കി മാറ്റട്ടെ. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ആണ്. Which of the following number is not ending in the unit place of digits of product of any 2 consecutive natural numbers? ശരിയാണ്. ഇനി ഇതിന്റെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ചോദ്യം ഒന്ന് വായിക്കണേ മുഹമ്മദ് റഷാൻ. ഓപ്ഷൻസ് ഞാൻ എഴുതട്ടപ്പോഴത്തേക്ക്. ചോദ്യം ഒന്ന് വായിച്ചു. Which of the following number is not ending in the unit place of digits of product of any 2 consecutive natural numbers? Options 0, 2, 4, 6. മലയാളം മീഡിയക്കാർക്ക് വേണ്ടി പറയുന്നു. 2 അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ, ഇപ്പൊ 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, 22നെ 23 കൊണ്ട് ഗുണിക്കുമ്പോൾ, 35നെ 36 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തത് ഇതിലേതാണ് എന്നാണ് ചോദ്യം. ആ ഗുണനഫലത്തിലെ ആ പ്രൊഡക്റ്റില് അവസാനത്തെ സ്ഥാനത്ത് വരാത്ത നമ്പർ ഇതിലേതാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ആൻസർ കമന്റ് ചെയ്യൂ. കുട്ടികളാരെയും കമന്റ് ചെയ്യുന്നുണ്ടോ? മുഹമ്മദ് റഷാദ് സർ 4, 6 എന്ന് കമന്റ് ചെയ്യുന്നു. ഓ, പിന്നെ എന്തിനാ 2ഉം 0 അവിടെ വരച്ചത്? അതും കൂടി കമന്റ് ചെയ്തോട്ടി. നന്നായിട്ട് കുറയ്ക്കണം. സർ അതും കമന്റ് ചെയ്തിട്ടുണ്ട്. കൊടുത്തിട്ട് ഇനി എല്ലാം കമന്റ് ചെയ്തോട്ടെ. അതാണല്ലോ ഈ ഓപ്ഷൻ കൊടുത്താലുള്ള ഗുണം. ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? 0 മുതൽ 9 വരെ വെറുതെ ഒന്ന് എഴുതി നോക്കൂ. എല്ലാ അക്കങ്ങളും 0 മുതൽ 9 വരെ നമുക്ക് 10 അക്കങ്ങളാണ് മക്കളെ ഉള്ളത്. പോയോ? 10 അക്കങ്ങൾ. ഞാൻ ഈ 10 അക്കങ്ങൾ ഇവിടെ എഴുതുകയാണേ. ഇതിലേതെങ്കിലും ഒന്നാണല്ലോ ഏത് സംഖ്യയിൽ അവസാനിക്കൂ, അല്ലേ മുഹമ്മദ് റഷാൻ? ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ഏതെങ്കിലും സംഖ്യയിൽ അവസാനിക്കൂ? ഉറപ്പല്ലേ? എപ്പോഴും യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഈ അറ്റത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലല്ലേ യൂണിറ്റ് പ്ലേസിൽ വരും. ഇപ്പൊ 0ലും 1ലും അവസാനിക്കുന്ന 2 സംഖ്യകൾ ഞാൻ ഗുണിച്ചു.
എന്ന് വിചാരിക്കുക മുഹമ്മദ് റഷാദ്. 0-ലെ 1 കൊണ്ട് ഗുണിച്ചാൽ അവസാനം എത്രയാണ്? ഇതിന് ഉത്തരം എത്രയാണ്? 0-ലെ അവസാനിക്ക് 0. ഇനി 1-ൽ അവസാനിക്കുന്നതും 2-ൽ അവസാനിക്കുന്നതും രണ്ട് സംഖ്യകൾ തമ്മിൽ അടുത്തടുത്ത് ഞാൻ ഗുണിച്ചു കഴിഞ്ഞാൽ 1, 2, 2-ലല്ലേ അവസാനിക്കുക? ശരി, 2-നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3, 2, 6 അവസാനിക്കുന്നത് 6-ലല്ലേ മുഹമ്മദ് റഷാദ്? ഇനി 3-നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12, 12-ൽ അവസാനിക്കുന്ന സംഖ്യ 2 അല്ലേ? 4-നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നത് 0-ലല്ലേ? 20 അല്ലേ? 6-നെ 5 കൊണ്ട് ഗുണിച്ചാൽ അവസാനിക്കുന്നത് 30, 30-ൽ അവസാനിക്കുന്നത് 0 അല്ലേ? 6-നെ 7 കൊണ്ട് ഗുണിച്ചാൽ 6, 42 അവസാനിക്കുന്നത് 2 അല്ലേ? 7-നെ 8 കൊണ്ട് ഗുണിച്ചാൽ 7, 56 അവസാനിക്കുന്നത് 6 അല്ലേ? 9-നെ 8 കൊണ്ട് ഗുണിച്ചാൽ 9, 8, 72 അവസാനിക്കുന്നത് 2 അല്ലേ? അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒന്നുകിൽ 0-ൽ അല്ലെങ്കിൽ 2-ൽ 6-ൽ, ഇതല്ലാതെ വേറെ ഏത് സംഖ്യയിലാണ് വരുന്നത്? അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ് മുഹമ്മദ് റഷാദ്? 4 നിങ്ങളോട് ചോദിച്ചു, അതാണ് നോട്ട് എൻഡിങ് ആണ്. നോട്ട് എൻഡിങ് ഇൻ ദ യൂണിറ്റ് പേസ്. യൂണിറ്റ് പേസിൽ എൻഡ് ചെയ്യാത്തത് 4. 2 എൻഡ് ചെയ്യുന്നത് മനസ്സിലായി, 6 എൻഡ് ചെയ്യുന്നത് ഇവിടുന്ന് മനസ്സിലായി, 0 എൻഡ് ചെയ്യുന്നത് ഇവിടുന്ന് മനസ്സിലായി. എന്ത് ചെയ്യാത്തവൻ ആരാണ് എന്ന് ഉറക്കം നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾ എന്ത് ചെയ്യാത്തവൻ ഏത് നമ്പറാണ്? 4. ഇനി ഒരൊറ്റ ചോദ്യം കൂടി തന്നിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ചോദ്യം കൂടി തരികയാണ് മക്കളെ. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ സ്വയം ആൻസർ ചെയ്യാൻ കണ്ടെത്തിയാൽ ശ്രമിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് അടുത്ത ചോദ്യം ഇതാ തരുന്നു. ആ ചോദ്യത്തോടുകൂടി നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നേരത്തെ പോകേണ്ടി വരുന്നത് കൊണ്ടാണ്, ശ്രദ്ധിക്കുക. വൈകി വന്ന് ഇന്ന് എത്ര കുട്ടികളുണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് റഷാദ്? Sir, 280. ഓ 280. 280. The product of consecutive odd number is 89999. What is their sum? What? The product of two consecutive odd number is 89,999. എങ്കിൽ ആ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ആ ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ്? 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 89,999 ആയാൽ ആ ഒറ്റ സംഖ്യയുടെ സം എത്രയാണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ മുഹമ്മദ് റഷാദ്? ഇല്ല സാറേ. വൈഷ്ണവി കേൾക്കാമോ? യെസ് സാർ. വൈഷ്ണവി ഏത് സ്കൂളാണ്? EMS പെരുമണ്ണ. പെരുമണ്ണ. വൈഷ്ണവിക്ക് ഇതിന്റെ ആൻസർ അറിയാമോ? ഇല്ല സാർ. എന്നാ ആൻസർ പിടിച്ചോളൂ വൈഷ്ണവി. 89,999 കൂടെ 1 ആഡ് ചെയ്താൽ എത്രയാണ് മോളെ? 90,000 ആണ് വൈഷ്ണവി. ഇനി വൈഷ്ണവി ഈ 90,000ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് വൈഷ്ണവി? 9ന്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ മതി മോളെ. 9ന്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ മതി. വൈഷ്ണവി മിണ്ടുന്നില്ല. മുഹമ്മദ് റഷാദ് വൈഷ്ണവി മിണ്ടുന്നില്ല. 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. ഇവിടെ പൂജ്യങ്ങൾ 4 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 2 പൂജ്യം ഇട്ടുകൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 90,000ന്റെ സ്ക്വയർ റൂട്ട് 300 ആണെന്ന് മനസ്സിലായി. നമ്മളോടുള്ള ചോദ്യം ഇതാണ്: 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞത്. ആ ഒറ്റ സംഖ്യയുടെ തുകയാണ് ചോദിച്ചത്.
ആ തുക ഞാൻ പറയുന്നത് 300ന്റെ ഇരട്ടിയായിരിക്കും എന്നാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോകണമെങ്കിൽ പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. 300ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് വൈഷ്ണവി? 299. വൈഷ്ണവി മിണ്ടി തുടങ്ങി. 299 വൈഷ്ണവി. 300ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ് വൈഷ്ണവി? 301. 301. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഈ 299 301 കൂട്ടിയാൽ എത്രയാണ്? 299 301 കൂട്ടാൻ പോകണ്ട വൈഷ്ണവി. നടുക്കുള്ളത് ആരാണ് വൈഷ്ണവി? 300. ആ 300ന്റെ ഇരട്ടി എടുത്താൽ മതി. 600. 600 ആണ് നമ്മളെ ഉത്തരം. ഇനി വേണേ 301 299 കൂട്ടിയാൽ 600 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 3 ഒരു ഒറ്റ സംഖ്യ, അടുത്ത ഒറ്റ സംഖ്യ 5. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആണ്. ആ 15ന്റെ കൂടി 1 കൂട്ടിയാൽ 16 ആണ്. ആ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അത് മിഡിലുള്ള സംഖ്യയാണ്. എത്രത്തോളം ഉൾക്കൊണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ അത് 89,999 ആണ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദർ സം എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആ നടുക്കുള്ള സംഖ്യ കിട്ടണം. ആ നടുക്കുള്ള സംഖ്യയായ 300നെ കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒന്നിച്ച് കൂട്ടിയിട്ട് 90,000 ആക്കി മാറ്റിയിട്ട് ആ 90,000ന്റെ സ്ക്വയർ റൂട്ടായ 300നെ എടുക്കുന്നു. ആ 300 ആണ് നടുക്കുള്ള സംഖ്യ. അപ്പൊ അപ്പുറവും ഇപ്പുറവും കാണുന്ന ആൾക്കാരായിരിക്കും ഒറ്റ സംഖ്യകൾ. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എപ്പോഴും മിഡിൽ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, നോക്കാം. 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കുക. 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ 19, 21. ഈ 19ന്റെ 21നെയും തമ്മിൽ ഗുണിക്കുന്നു. അത് നിങ്ങൾക്ക് കിട്ടുക 399 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 400 ആണ്. അപ്പൊ 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ എനിക്ക് 400 കിട്ടിയെങ്കിൽ ആ ഒറ്റ സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിക്കാം. ആ ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര എന്ന് ചോദിക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് 1 കൂട്ടിയിട്ട് ഈ 400ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ആ 400ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഈ മിഡിൽ നമ്പർ. ഇനി നിങ്ങളോട് ചോദിച്ചത് 19ഉം 21ഉം കൂട്ടിയാൽ എത്ര എന്നാണ്. നിങ്ങൾ കൂട്ടാൻ പോകണ്ട. ഈ 20ന്റെ ഇരട്ടി അങ്ങോട്ട് എടുത്താൽ മതി, 40. ആ 40 തന്നെയാണ് 19ന് 21 കൊണ്ട് കൂട്ടിയാൽ കിട്ടുക. ഏതുപോലെ 3, 4, 5. 5ഉം 3ഉം കൂട്ടിയാൽ 8 ആണ്. 4ന്റെ ഇരട്ടിയും 8 ആണ്. 2, 3, 4. 4ഉം 2ഉം കൂട്ടിയാൽ 6 ആണ്. 3ന്റെ ഇരട്ടിയും 6 ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 ചോദ്യങ്ങൾക്ക് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നത്തെ ക്ലാസ് നേരത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന്. എല്ലാ കുട്ടികളും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്.